ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇറ്റ്സ് മീ ഹോം സാപ്പിയൻ. ഇന്ന് നമ്മളൊരു പുതിയൊരു സെറ്റപ്പിലോട്ടാണ്, ഒരു ഇൻഡോർ സെറ്റപ്പ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ഇൻഡോറിൽ ഇരുന്ന് തന്നെ സംസാരിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ AGVയുടെ ഒരു 5 പ്രോസും ഒരു 5 കോൺസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം അത് പറയാൻ കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ്. കാരണം AGV പോലുള്ളൊരു പ്രീമിയം ബ്രാൻഡ് എടുക്കുമ്പോൾ എല്ലാവരും അതിനെ പറ്റിയിട്ട് ഒരുപാട് റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ റീസർച്ച് ചെയ്തിട്ട് മാത്രമേ ഇതെടുക്കുകയുള്ളൂ. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ ചിലവാക്കിയിട്ട് നമ്മൾ 2 വട്ടം ചിന്തിച്ചിട്ട് അത് ചിലവാകുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ യൂട്യൂബിൽ AGVനെ പറ്റി നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് AGVനെ പറ്റിയിട്ട്. എന്നാൽ മലയാളത്തിൽ അൺബോക്സിങ്ങും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ ഇതിലുള്ള ഒരു 5 നല്ല കാര്യങ്ങൾ 5 മോശം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആരും ചെയ്തത് ഞാൻ കണ്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താം. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എയർപോഡ് പോലെ ഇരിക്കും. പക്കാ ബിൽഡ് ക്വാളിറ്റിയും നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ഉള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ ഞാൻ സ്മാർട്ട് വാച്ചിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റാണ്. ഇപ്പോൾ എയർപോഡ് പോലുള്ളതെന്നൊക്കെ നമുക്ക് 14 രൂപയൊക്കെ കൊടുത്ത് വാങ്ങാൻ ഇല്ലാത്തവർക്ക്, അഫോർഡബിൾ അല്ലാത്തവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു മോഡൽ ഹെഡ്സെറ്റാണ്. അത്രയും സൗണ്ട് ക്വാളിറ്റിയും അത്രയും ഫിനിഷിങ്ങും ഉള്ളൊരു ഹെഡ്സെറ്റാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ കാരണം ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ക്യാഷ് ഓൺ ഡെലിവറി അധികം ഇല്ലാത്തതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 300 രൂപ ഓഫുണ്ട്. അപ്പം നിങ്ങളിപ്പം തന്നെ പോയി വാങ്ങുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു AGV ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടൊരു 6 മന്ത്സിൽ കൂടുതലായി, അറൗണ്ട് 8 മന്ത്സായി. ഞാൻ ലോക്ക്ഡൗൺ സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിലാണ് വാങ്ങിച്ചത്. ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും പിന്നെ നമ്മളിതിൽ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ, അങ്ങനെ 2-3 വീഡിയോ ഈ ഹെൽമെറ്റിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി വാങ്ങാൻ ഉദ്ദേശിച്ചത് ഗ്ലോസി ബ്ലാക്ക് ആണ്, പക്ഷേ എനിക്ക് കിട്ടിയത് മാറ്റ് ബ്ലാക്ക് ആണ്. വേറെ ഒന്നുമല്ല, ലോക്ക്ഡൗൺ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു മിക്കയിടത്ത്. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ സൈസ്. കാരണം ഇതേപോലുള്ളൊരു ഹെൽമെറ്റ് ഇതല്ല, നമ്മൾ എത്ര രൂപയുടെ ഹെൽമെറ്റ് എടുത്താലും നമ്മളെ തലയ്ക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. അല്ലാണ്ട് വിലക്കുറവെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട പർപ്പസ് അത് ചെയ്യുള്ളൂ. ഞാൻ പഴയ ഹെൽമെറ്റ് മാറ്റാൻ തന്നെ മെയിൻ കാരണം ഒരു പാഡിങ് എല്ലാം ഇല്ലാണ്ടായിട്ട് ഭയങ്കര ലൂസായി. നമ്മൾ എയറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഒരു 80 എല്ലൊക്കെ പോകുമ്പം ഹെൽമെറ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് എൻ്റെ സൈസ് വന്നിട്ട് MS ആണ്. അത് നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ ഈ ഒരു പോർഷൻ സർക്കംഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഗൂഗിളിൽ നിന്ന് എടുക്കുമ്പോൾ UK US അങ്ങനെ ഒരുപാട് സൈസ് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഇത്രയും രൂപ മുടക്കുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. നിങ്ങൾ OLX നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരുപാട് പേര് OLX ഇട്ടിരിക്കുന്നത് എല്ലാവരുടെ ഒരു 80% റീസണും കറക്റ്റ് ഫിറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിയിട്ട് ഇപ്പം ഒരു 8 മാസം ഉപയോഗിച്ചതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നമുക്ക് നെഗറ്റീവ് കാര്യം തന്നെ പറയാം. കാരണം നമുക്കെല്ലാവർക്കും നെഗറ്റീവ് കാര്യം കേൾക്കാനാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആക്ച്വലി നെഗറ്റീവ് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഡബിൾ വൈസർ ഇല്ല. കാരണം നിങ്ങൾക്ക് AGVയുടെ പ്രൈസ് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറയാം. സ്റ്റാർട്ടിങ് വന്നിട്ട് 13,500 തൊട്ടാണ് AGVയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് മോഡലിന് 13,500 രൂപയാണ് വില.
അതേസമയം നമ്മൾ MTയുടെയോ LS2ൻ്റെയോ ഏത് ബ്രാൻഡ് എടുത്താലും നമ്മൾ ആ ഒരു പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു അത്യാവശ്യം പ്രീമിയം ഹെൽമെറ്റ് നമുക്ക് കിട്ടും. ഡബിൾ വൈസറും ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു സാധനം കിട്ടും. പക്ഷെ എന്നാലും AGVയുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും, അത് വേറെ കാര്യം. കാരണം പണ്ട് മുതലേ നമ്മൾ AGV എന്നുള്ളൊരു ബ്രാൻഡ് കണ്ടു വളർന്നുകൊണ്ട് MotoGPയിലേക്ക് കണ്ടുകൊണ്ട് നമ്മളെ മനസ്സിലൊക്കെ അതൊന്ന് ഇടം പിടിച്ചു. അപ്പം എല്ലാവരും വിചാരിക്കും മറ്റ് ബ്രാൻഡുകളിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഹെൽമെറ്റ് ഈ ഒരു റേറ്റ് കിട്ടുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ AGV ഡബിൾ വൈസർ ഇല്ല, അതില്ല, ഇതില്ല, എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ എടുക്കുന്നു? അത് ഞാൻ പോസിറ്റീവ് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ആദ്യത്തെ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തത് ഇത്രയും രൂപ കൊടുത്തിട്ടും ഇത് 14,500 ഇതിൻ്റെ പ്രൈസ്. ഇപ്പം 15,000 തോന്നുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിൽ ഇത്രയും രൂപ മുടക്കിയിട്ടും ഡബിൾ വൈസർ ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോയിസ് ക്യാൻസലേഷൻ ഉള്ളൊരു ഹെൽമെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ AGV തന്നെ എടുത്തത്. കാരണം നമ്മൾ മോട്ടോ വ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വോയിസ് ക്യാൻസലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വിൻ്റർ സീസണിൽ വന്നിട്ട് നല്ല രീതിയിലുള്ള ഫോഗ് കാര്യങ്ങളെല്ലാം കയറും. കാരണം നമ്മൾ വൈസർ ഫുൾ ഇടുമ്പോൾ എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോഗ് കയറും. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അടിയിലത്തെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്നിൻ്റെ അവിടെ ഒരു കവറിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു രീതിയിലുള്ള എയറോ ഒന്നും സർക്കുലേറ്റ് ചെയ്യുന്നില്ല. മറ്റേ നമ്മുടെ പഴയ മോഡൽ ഹെൽമെറ്റിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ഈ പാഡിങ് വരാത്തത് കൊണ്ട് തന്നെ അതുവഴി എയർ കയറുന്നതുകൊണ്ട് അധികം ഫോഗും കാര്യങ്ങളൊന്നും വരില്ല. അത് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് പിൻലോക്ക് വരുന്നുണ്ട്. പിൻലോക്ക് മീൻസ് നമുക്ക് ആൻറ്റി ഫോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം പോലൊരു സാധനം കിട്ടും. അത് നമുക്ക് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ ഈ രണ്ട് ക്ലിപ്പിലായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ മാറും. പക്ഷേ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫോഗിന് തന്നെ വന്നിട്ട് 3000 രൂപ എന്തോണം അതിൻ്റെ വില. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. ഇത് മൂന്നാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അക്സസറീസിൻ്റെ പ്രൈസാണ്. അക്സസറീസിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് വന്നിട്ട് പ്ലെയിൻ വൈസറാണ് വരുന്നത്. ഒരു വൈസർ ബ്ലാക്കോ അല്ലെങ്കിൽ ടിൻറ്റോ ഏതെങ്കിലുമൊക്കെ വൈസർ വയ്ക്കണമെങ്കിൽ പ്രൈസ് വന്നിട്ട് 5,500 ആ ഒരു റേറ്റാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു MTയുടെ നോർമൽ ഹെൽമെറ്റ് വാങ്ങുന്ന പ്രൈസാണ് ഈ ജസ്റ്റ് ഒരു വൈസറിന്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. അതാണ് മെയിൻ കാര്യം. എന്നാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പിറകിലത്തെ ഈ ഒരു സ്പോയിലർ വന്നിട്ട് രണ്ടാമതൊരു പീസാണ്. പ്രത്യേക ഒരു പീസ് ഈ ഹെൽമെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള എയറോഡൈനാമിക്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഹെൽമെറ്റിന്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉള്ളൂ, ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിനും ഈ പറഞ്ഞ പോലെ വന്നിട്ട് 10,000-3000 രൂപ അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ പാഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറയണ്ട, നല്ല റേറ്റാണ്. അപ്പോൾ ഈ പ്രൈസാണ്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ MRP നമ്മൾ ഹെൽമെറ്റ് എടുക്കുമ്പോൾ ഉള്ള പ്രൈസും ഈ പ്രൈസാണ് അടുത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. നാലാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാഡിങ് നമ്മൾ ആൻറ്റി ബാക്ടീരിയൽ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും നമ്മൾ ഒരു മാസമൊക്കെ കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് റൈഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കുന്നത് നല്ല പാടുള്ള പണിയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാഡിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫിറ്റായാണ് ഇതിലിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ ഒരു മണിക്കൂറത്തെ പണിയുണ്ട്. നേരെ നോക്കി ഇളക്കിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും പണിയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമല്ല എന്നാലും ഒരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം നമുക്ക് വാഷൊക്കെ ചെയ്യണമെങ്കിൽ എത്രയും മെനക്കെട്ടാൽ മാത്രമേ ഇത് ഇളക്കിയൊക്കെ എടുക്കാൻ പറ്റൂ. പക്ഷേ MTയിലൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരുപാട് വെന്റിലേഷൻ വരുന്നുണ്ട്. ഇവിടെ മുകളിൽ ഒരു 3 വെന്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ താഴെ ഇവിടെ 2 വെന്റിലേഷനും വരുന്നുണ്ട്. പക്ഷേ ഈ വെന്റിലേഷൻസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റില്ല. ഇത് പിന്നെ ഓക്കെയാണ് ഈ നടുക്കത്തത്. പക്ഷേ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പാടാണ്, കുറച്ച് ടൈറ്റാണ്. അതിനിപ്പോൾ എൻ്റെ ഹെൽമെറ്റിലാണോ അതോ കോമൺ ആയിട്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വെൻറ്റ് തുറക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്. അടുത്ത് നമുക്കിനി പോസിറ്റീവ് കാര്യങ്ങൾ നോക്കാം. പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പം ഒരു രക്ഷയില്ല. ഹെൽമെറ്റ് വാങ്ങിച്ച് 1 മാസം ആവണതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി കൊറിയർ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ വണ്ടിയുടെ മണ്ടയിൽ ഈ ഹെൽമെറ്റ്, എൻ്റെ അശ്രദ്ധയാണ്, ഈ ഹെൽമെറ്റ് വെച്ചിരുന്നു. ഒരാൾ വന്ന് വണ്ടിയിൽ ചാരി ചെയ്ത് ഈ ഹെൽമെറ്റ് നേരെ വന്ന് ഈ വൈസർ ഇടിച്ച്
തറയിൽ വീണു, ഒരു മെറ്റലിൻ്റെ മണ്ടയിൽ. എന്നിട്ട് ഈ വൈസറിൽ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ പറ്റിയിട്ടുണ്ട്, ചെറിയ ചെറിയ സ്പോട്ട്, ചെറിയ മൈന്യൂട്ട് സ്പോട്ടുകൾ അവിടെ ഇവിടെ വീണിട്ടുണ്ട്. പക്ഷേ അതേസമയം മറ്റൊരു ഹെൽമെറ്റ് ആയിരുന്നെങ്കിൽ എന്തായാലും ഇവിടെ നിന്നൊരു ക്രാക്ക് ഉറപ്പായിരുന്നു. കാരണം വണ്ടിയുടെ മണ്ടയിൽ നല്ല രീതിയിലാണ് വന്ന് വീണത്, അതും വൈസർ ഇടിച്ചാണ് വീണത്. ആ ഒരു 2-3 സ്പോട്ട് മാത്രമേ ഇത് സ്ക്രാച്ച് ആയിട്ട് വന്നുള്ളൂ. ബാക്കി ഒരിടത്തും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെൻ്റെ ഒരു അനുഭവം. രണ്ടാമത് ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ടൊരു ഷോപ്പിൽ കെയർ ചെയ്തു. ഷട്ടറിൽ തലകയറി നല്ല രീതിയിൽ ഇടിച്ചിട്ട് പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതാ ഇത്രയാണ്, ചെറിയൊരു സ്ക്രാച്ച്, ഇത്രയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. പിന്നെ പറയുകയാണെങ്കിൽ കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലുള്ള പ്രീമിയം ബ്രാൻഡ് ഏതെടുത്താലും, നമ്മളിപ്പം കാറ് ബൈക്കൊക്കെ ആയാലും പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കംഫർട്ടും ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് കംഫർട്ട്. പാഡിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നോർമൽ ഹെൽമെറ്റ് പോലത്തെ പാഡിങ് അല്ല, നമ്മൾ കഴുത്തിന് ചുറ്റും വരെ കവറായി വരുന്ന രീതിയിലുള്ള പാഡിങ്ങുമാണ്. നല്ല ക്ലോത്ത്, അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് നല്ല വെക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടുന്ന ടൈപ്പിലുള്ളൊരു ക്ലോത്താണ് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ ആൻറ്റി ബാക്ടീരിയലും. പിന്നെ ചില ഹെൽമെറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ചെവി വേദനയൊക്കെ ഉണ്ടാകും. ഇതിൽ ആ ഇയറിൻ്റെ പോർഷനിൽ വന്നിട്ട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെക്കുമ്പോൾ വലിയ ഇഷ്യൂസോ ഒന്നും ഉണ്ടാവില്ല. ഇത് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എല്ലാവരും പറയും AGVക്ക് വെയിറ്റ് കുറവാണ്. സത്യം പറഞ്ഞാൽ വെയിറ്റ് കുറവല്ല. ആക്ച്വലി 1500 ഗ്രാമാണ്. നമ്മളെ MT പോലത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റും 1500 ഗ്രാം ആ ഒരു റേഞ്ചിലാണ്. പക്ഷേ AGV നമുക്ക് വെയിറ്റ് ഇല്ലാത്തതായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് നമുക്കത് വെയിറ്റ് ഫീൽ ചെയ്യാത്ത. അത് നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നത്. നമ്മളൊരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എവിടെയും പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഊരാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ കഴുത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ AGV സംബന്ധിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഊരണമെന്നേ തോന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്ത നാലാമത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോയിസ് ക്യാൻസലേഷൻ. ഒരു രീതിയിലുള്ള നോയിസോ കാര്യങ്ങളോ ഒന്നും ഉള്ളിൽ വരില്ല, നമുക്ക് ഒരുപാട് സ്ട്രെയിൻ വരില്ല. എനിക്ക് ഈ വോയിസ് ഒരുപാട് വിൻഡ് നോയിസ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇയറിനൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും, ഒരുപാട് ലോങ് ഒക്കെ പോകുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത ലാസ്റ്റ് അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഡീറിംഗ് ആണ്. ഡീറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം, അതായത് നമ്മൾ നോർമൽ ഹെൽമെറ്റിൽ ഇവിടെ വന്നിട്ട് ഒരു ക്ലിപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതിൽ വന്നിട്ട് ഇതല്ല, ഒരു പ്രീമിയം ഹെൽമെറ്റിൽ ഓൾമോസ്റ്റ് എല്ലാം ഡീറിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സേഫ്റ്റി കൂടുതലായിരിക്കും. നമുക്ക് ട്രാക്കിൽ കാര്യങ്ങളെല്ലാം ഈ ഡീറിംഗ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് ഇടാൻ ഭയങ്കര അധികം ടൈം എടുക്കും, ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഇത് ഇടാൻ വളരെ സിമ്പിളാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഇതിൻ്റെ 2 ഡിയുടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് തിരിച്ച് ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ വെളിയിലെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല രീതിയിലുള്ള ലോക്കാണ്. അപ്പോൾ ഇതാണ് ഡീറിങ്. അപ്പോൾ ഇത് ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് എന്നാണെങ്കിൽ പറയാം. അത് ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം ഹെൽമെറ്റിലും ഉണ്ട്, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ AGV എടുക്കാൻ നിൽക്കുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അല്ലാണ്ട് തന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റിന് ഇത്രയും വില കൂടുതൽ, ആരെങ്കിലും ഇത്രയും വില കൂടിയത് പോയി ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തത് പോയി വാങ്ങുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഫർമേഷനും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ കൂടുതലും പുറത്തു നിന്നൊക്കെയാണ് വീഡിയോസ് എടുക്കാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ്. ആദ്യമായിട്ടല്ല, ലോക്ക്ഡൗൺ സമയത്ത് ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇതേപോലെ എടുത്തായിരുന്നു. എന്നാലും ഈ ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇതേപോലുള്ള വീട്ടിനകത്തിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ. ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ.